ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. അഴിമതിമുക്ത ഭരണം ഉറപ്പാക്കുമെന്നും എല്ലാ മേഖലയിലും കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതല യോഗം ചേരും. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. ജനവിധിയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായും സുതാര്യമായ സർക്കാരാണ് ഇതെന്നും ഗവർണർ പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. തെരഞ്ഞെടുപ്പ് വേളയിൽ വാഗ്ദാനം ചെയ്തിരുന്ന ഗ്യാരണ്ടികൾ സർക്കാരിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് എന്ന അവകാശവാദം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 16ാം നിയമസഭയിലെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി VD സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ് തുടങ്ങിയവർ ചേർന്നാണ് സ്വീകരിച്ചത്. 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ടുനിന്നതായിരുന്നു ഗവർണറുടെ പ്രസംഗം. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ജൂൺ 2 മുതൽ നടക്കും. അഴിമതിമുക്ത ഭരണം ഉറപ്പാക്കുമെന്നും ഉദ്യോഗസ്ഥതലം കാര്യക്ഷമമാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാനാണ് ധവളപത്രം ഇറക്കുന്നതെന്നും എല്ലാ മേഖലയുടെയും ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടിയെക്കുറിച്ചും നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്. കർഷകർ കനത്ത വെല്ലുവിളി നേരിടുന്നതായി നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷവും ഗുരുതരമായി തുടരുന്നുണ്ട്. കർഷകരുടെ നില മെച്ചപ്പെടുത്താൻ കൃത്യമായ പ്രവർത്തനം ഉറപ്പാക്കും. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ധനസഹായം. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. കാർഷിക വരുമാനം ഉയർത്തും. വനിതാ കർഷക കൺസോർഷ്യം സ്ഥാപിക്കും. My government envisions the creation of Puthuyuga Keralam, a new age Kerala that combines economic growth with social justice, modern infrastructure with environmental responsibility, technological progress with human compassion, and opportunity with equality. Agriculture remains a key priority of my government. My government believes that public institutions become strong only when they enjoy the trust of the people. യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ അനുവദിക്കും. മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തനത് കലകളെ സംരക്ഷിക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. എല്ലാ ജില്ലകളിലെയും +2 സീറ്റ് വർദ്ധിപ്പിക്കുകയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണം കൊണ്ടുവരികയും ചെയ്യും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരവും കൊണ്ടുവരും. മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിന് പദ്ധതികൾ നടപ്പാക്കും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. മെഡിക്കൽ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കും. നെഹ്റു ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. IT പാർക്കുകൾ വികസിപ്പിക്കും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അതിഥി തൊഴിലാളികൾക്കായി പ്രത്യേക പോർട്ടൽ കൊണ്ടുവരും. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തും. ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കും. പട്ടയ വിതരണം കാര്യക്ഷമമാക്കും. വഖഫ് ബോർഡ് നവീകരിക്കും. ഭൂനിയമങ്ങൾ പരിഷ്കരിക്കും. സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തും. AI സാങ്കേതിക വിദ്യയ്ക്ക് പ്രാധാന്യം നൽകും. ലഹരി ഉപയോഗവും വ്യാപനവും തടയാൻ ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കും. 4 വരി പാതകളുടെ എണ്ണം കൂട്ടുകയും റോഡുകൾ നവീകരിക്കുകയും ചെയ്യും. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. പോലീസിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തും. പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 ദിവസം മെൻസ്ട്രുൽ അവധി പരിഗണനയിൽ ഉണ്ടെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതീക്ഷയ്ക്കൊത്ത നയപ്രഖ്യാപനമായിരുന്നില്ല ഗവർണറുടേതെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഖജനാവിലെ നീക്കിയിരുപ്പുകൾ സംബന്ധിച്ചും പ്രധാന പദ്ധതികൾ സംബന്ധിച്ചും നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചില്ലെന്നും ശ്രീ പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു.
ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. കർണാടകയിലെ ബംഗളൂരുവിൽ എത്തിയ ഉപരാഷ്ട്രപതി ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുത്തു. ദാവണഗേരയിലുള്ള യൂണിവേഴ്സിറ്റി BDT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തങ്കടയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ശബരിമല സന്നിധാനത്തും പമ്പയിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക്ക് ഡ്രിൽ നടക്കും. ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളെ തുടർന്നാണ് നടപടി. ഭീകരാക്രമണം നേരിടേണ്ട രീതിയാണ് മോക്ക് ഡ്രില്ലിലൂടെ ആവിഷ്കരിക്കുക. കൊൽക്കത്തയിൽ നിന്നുള്ള 60 NSG കമാൻഡോകളാണ് മോക്ക് ഡ്രിൽ നടത്തുക. ആവശ്യമായ സുരക്ഷാ സഹായങ്ങൾ ഒരുക്കാൻ പ്രദേശത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രി M. ലിജുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. സമാധാനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച സൈനിക, പോലീസ്, സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ ത്യാഗങ്ങളും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലകർക്ക് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ടെൽ അവീവ്, ഡൽഹി റൂട്ടിലുള്ള സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് വീണ്ടും നീട്ടിയതെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിന് ഭൂജല വകുപ്പിന്റെ കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ജില്ലയിലെ ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിലായിരിക്കും കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. മഴക്കുറവ് കാരണം ജില്ലയിലെ ഭൂരിഭാഗം കർഷകരും കുഴൽക്കിണറുകളെയാണ് ജലസേചനത്തിന് ആശ്രയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കുഴൽക്കിണർ നിർമ്മാണം ഗുണനിലവാരത്തോടെ വേഗത്തിൽ പൂർത്തിയാക്കി നൽകാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ഇതുവരെ 41 അപേക്ഷകളാണ് ഭൂജല വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സാങ്കേതിക വിഭാഗം ജീവനക്കാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. പ്രവർത്തനക്ഷമത പരിശോധിക്കുന്ന ട്രയൽ റണ്ണും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പുതുതായി അനുവദിച്ച ഡ്രില്ലിംഗ് യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡീഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134ാം പതിപ്പ്. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 94 പോയിന്റ് വർദ്ധിച്ച് 75,961-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 29 പോയിന്റ് ഉയർന്ന് 23,936-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 145 രൂപ ഉയർന്ന് 14,450 രൂപയും പവന് 1,160 രൂപ വർദ്ധിച്ച് 1,15,600 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. അഴിമതി മുക്ത ഭരണം ഉറപ്പാക്കുമെന്നും എല്ലാ മേഖലയിലും കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതല യോഗം ചേരും. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.